കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന വടംവലിയുടെ പേരാണ് ജനാധിപത്യം. ഈ ടഗ് ഓഫ് വാറിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. നമ്മൾ മറ്റേ കിം ജോങ് യുങ്ങിന്റെ സ്ഥലമൊന്നും അല്ലല്ലോ, സ്വന്തം അനിയനെ നെർവേജന്റ് വെച്ച് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്ന കിം ജോങ് യുങ് ഒന്നും അല്ലല്ലോ നമ്മൾ. കോൺഗ്രസിൽ ഈ നടക്കുന്ന ഈ ടഗ് ഓഫ് വാർ എന്ന് ഇംഗ്ലീഷിലും വടംവലി എന്ന് നമ്മുടെ ഭാഷയിലും പറയുന്ന കാര്യത്തിന്റെ ഏറ്റവും നല്ല പേരാണ് ജനാധിപത്യം. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനും കേരളത്തിനും ഒട്ടും ദോഷമല്ല, ശോഭ കെടുത്തില്ല. പകരം ഈ പ്രോസസ്സാണ് പ്രധാനം. സ്വാഭാവികം. ശ്രീ വി ഡി സതീശൻ, നേരത്തെ മോഹൻ സാർ പറയുണ്ടായി, ശ്രീ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് MLA-മാരുടെ സപ്പോർട്ട് കിട്ടാത്തതെന്ന്. ഞാൻ ആദരവോടെയാണ് പറയുന്നത്. ഞാൻ വി ഡി സതീശനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ വി ഡി സതീശൻ ഒരു അര പിണറായും അര വി എസുമാണ്. അതായത് ശ്രീ പിണറായി വിജയന്റെ കുറച്ച് ശാഠ്യങ്ങളും ശ്രീ വി എസിന്റെ മാസ് ഫ്ലേവറുമുള്ള ഒരു അര പിണറായിയാണ്. അത് തെറ്റായിട്ടല്ല. ഇപ്പൊ ഉദാഹരണം, ഞാൻ അദ്ദേഹത്തിനോട് ഒരു പരിപാടിക്ക് നേരിട്ട് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കമുള്ള വിഷയങ്ങളിൽ അനാവശ്യമായ കടുംപിടുത്തമാണ് അദ്ദേഹം ചെയ്തത്. അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രീ വി ഡി സതീശനെതിരെയായിരുന്നു വലിയൊരു ക്യാമ്പയിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരുപാടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളും. ഇപ്പൊ ശബരിമല വിഷയത്തിൽ ആദ്യം, ഇപ്പൊ കേട്ടോ, ഇപ്പൊ അദ്ദേഹം കുറെ കൂടെ മാറി. ആദ്യം വേണ്ട രീതിയിൽ വിശ്വാസികളെ എങ്ങനെ പിന്തുണയ്ക്കുന്ന നിലപാടൊന്നും അല്ല അദ്ദേഹം എടുത്തത്. അതായത് ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പം പുതിയൊരു നിയമം കൊണ്ടുവരുമെന്ന് വരെ പറഞ്ഞതാണ്. പക്ഷേ വി ഡി സതീശൻ കൃത്യമായിട്ട് പറയാം, ശ്രീ വി ഡി സതീശൻ ഒരു നെഹ്റൂവിയൻ ലെഫ്റ്റ് നായരാണ്. ശ്രീ രമേശ് ചെന്നിത്തലാജി ഒരു ഗാന്ധിയൻ റൈറ്റ് നായരാണ്. ശ്രീ കെ സി വേണുഗോപാൽ ഒരു ദേശീയ തലത്തിലുള്ള നായരാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു നായരായിരിക്കും അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ സാമുദായിക ബാലൻസ് വെച്ച് ഒരു നായർ മുഖ്യമന്ത്രി ആയിരിക്കും വരുന്നത്. അപ്പൊ ഈശ്വര, ഇവിടെ ആരും ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.